നമ്മളിപ്പോൾ രാജീവ് അഞ്ചൽ വന്നപ്പോഴൊക്കെ നമ്മൾ അരവിന്ദേട്ടനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഒരുപക്ഷെ ബാലേട്ടന് പറഞ്ഞാൽ തീരാത്ത ഒരാൾ അരവിന്ദേട്ടനായിരിക്കും അല്ലേ? തീർച്ചയായും. എന്താണ് ആ സൗഹൃദത്തിൻ്റെ പ്രകാരം? അരവിന്ദേട്ടനെ എനിക്കൊക്കെ അറിയാം, പേഴ്സണലായിട്ട് അറിയായിരുന്നു, പക്ഷെ ഒന്നും അധികം സംസാരിക്കില്ല. പക്ഷെ ബാലേട്ടൻ്റെ കൂടെ കൂടുമ്പോഴൊക്കെ സംസാരിക്കും. ഞാനിപ്പം എന്ത് തെറ്റ് കാണിച്ചാലും ഒരു ഫില്ലെടുത്ത സമയത്ത് കൊടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് എൻ്റെ അടുത്തൊരു വാത്സല്യം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വാത്സല്യമായിരുന്നു എൻ്റെ അടുത്ത് പുള്ളിക്ക്. അപ്പോൾ ഒരുപാട് സിനിമകളിൽ അരവിന്ദേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാലേട്ടൻ. അതുപോലെ തന്നെ അരവിന്ദേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അരവിന്ദേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മാത്രമല്ല ശിവൻ, CN ശിവൻ അല്ലേ? അദ്ദേഹം സംഗീതകാരനാണ്. അതെ, നടനുമാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ചിത്രകല പഠിച്ചിട്ടുള്ള മദ്രാസ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ പഠിച്ചിട്ടുള്ള, പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ കൊല്ലം ശിവൻ. അരവിന്ദേട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ? പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും ഞങ്ങളൊരു കൂട്ടായ്മ, അവിടെ ഒരു അസിസ്റ്റൻ്റെന്നോ അദ്ദേഹത്തിന്റെ കൂട്ടായ്മയില് ആ കൂട്ടായ്മ മെയിനായിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊക്കെയാണ് അതിൻ്റെ ആണല്ലേ. ഞാൻ ചേട്ടനോട് വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് അരവിന്ദേട്ടൻ്റെ ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്ന് പറയുന്നത് രാമുമായിട്ടാണ്. രാമുവിൻ്റെ ചായ ഉണ്ട്. നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണോ രാമുവിനെ വരച്ചത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. നിങ്ങൾ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞപ്പോൾ രാമുവിൻ്റെ ഒരു സ്കെച്ച്, ക്യാരക്ടേഴ്സ് ഒക്കെ ഓരോരുത്തർ തന്നെ കോഴിക്കോടൊക്കെ ഉള്ള എല്ലാ പുള്ളിയുടെ സുഹൃത്തുക്കൾ തന്നെ, എല്ലാ സുഹൃത്തുക്കളും. എന്നാലും നിങ്ങൾ നോക്കിയിട്ടാണോ വരച്ചത്? എനിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. അതാണ് ആദ്യത്തെ ഒരു കൗതുകം. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പിന്നെ ഞാനൊരു ചിത്രകാരനും കൂടെ ആയിരുന്നു. പിന്നെ അന്ന് MV ദേവൻ, കാനായി കുഞ്ഞിരാമൻ, KCS പണിക്കർ എന്ന ആ ചോളമണ്ഡലം ആ സമയത്തുള്ള ഇത്. പിന്നെ അത് മാത്രമല്ല, ചിദംബരത്തിൻ്റെ ശ്രീനിവാസനൊക്കെ അത് ജീവിതത്തിൽ മറക്കാനൊക്കെ അല്ലേ? ശ്രീനിവാസന്റെ ആ ഒരു സംഭവങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ സ്മിതാ പട്ടേൽ, അത് ജീവിതത്തിൽ അങ്ങനെ ഒരു നടിയെ അതൊക്കെ മറക്കാനൊക്കെ. പിന്നെ അരവിന്ദേട്ടൻ അവർക്ക് ഈ കറക്കാൽക്കടയിൽ നിന്ന് സെറ്റ് മുണ്ട് നേരിയത് കസവും മുണ്ടൊക്കെയാണ് റവീന്ദ്രൻ വാങ്ങിച്ചിട്ടില്ല. അവര് പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല. അത്രയും ഒരു അരവിന്ദേട്ടനായിട്ടുള്ള ഒരു ബോംബെ കണക്ഷൻ അടുപ്പമാണ് ചേട്ടൻ. അതേപോലെ തന്നെ ഇപ്പൊ പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പാട്ടിനെക്കാളും ചൂള പഠിക്കുന്നു. അതാണ് അല്ലെ? അതിൽ വളരെ വിദഗ്ധനായിരുന്നു അല്ലെ? ഇപ്പോഴും ചെയ്യുന്നില്ല. അത് ഈ യാത്രാ സമയത്ത് നമുക്ക് ഞാനൊരു ഈ രാഗങ്ങളുടെ സംഗീതത്തിന്റെ ഒരു ഉപാസന. അപ്പോൾ അതിങ്ങനെ ഈ യാത്രകൾ മദ്രാസിലോട്ടൊക്കെ പോകുമ്പോഴിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഈ വിസിലിനകത്തൂടെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതങ്ങ് അല്ലേ ഒരു ചെറുത് നമുക്കൊന്ന് കേൾക്കാം വേണമെങ്കിൽ. ഒരു ചെറിയ ആ ഒരു രാഗം. ഇത് കല്യാണി രാഗത്തിൻ്റെ ഒരു ചെറിയൊരു നന്നായിട്ടുണ്ട്, നല്ലതുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ചില സിനിമകളിലും. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് മധുരം ജീവാമൃത ബിന്ദു അല്ലേ? ചെങ്കോലിൽ പാടി അഭിനയിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ചൂളത്തിൽ പാടാൻ പറ്റുമോ?